വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നെഹെമ്യായുടെ പുസ്തകം 5-ാം അധ്യായം. തങ്ങളുടെ സഹോദരരായ യഹൂദരുടെ നേർക്ക് ജനത്തിന്റെയും അവരുടെ സ്ത്രീകളുടെയും വൻ രോദനം ഉയർന്നു. പുത്രന്മാരും പുത്രിമാരുമായി ഞങ്ങൾ വളരെയാണ്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനും അങ്ങനെ ജീവിക്കാനുമായി ധാന്യം ലഭിക്കണം എന്ന് പറയുന്നവരുണ്ടായിരുന്നു. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ പണയപ്പെടുത്തി, അതുകൊണ്ട് ക്ഷാമത്തിൽ ഞങ്ങൾക്ക് ധാന്യം ലഭിക്കണം എന്ന് പറയുന്നവരുമുണ്ടായിരുന്നു. രാജനികുതിക്ക് പണമായി ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഞങ്ങൾ കടപ്പെടുത്തി എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. ആകയാൽ ഇപ്പോൾ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സഹോദരന്മാരുടെ ശരീരം പോലെയായി, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. ഇതാ, ഞങ്ങളുടെ പുത്രിപുത്രന്മാരെ ഞങ്ങൾ അടിമകളായി തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ കീഴടക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ കൈ ബലഹീനമാണ്, ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. അവരുടെ ആവലാതിയും മേൽപ്പറഞ്ഞ വാക്കുകളും കേട്ട് എനിക്ക് വല്ലാത്ത കോപം തോന്നി. ഇടപ്രഭുക്കന്മാരോടും വരീണിയരോടും കലഹിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും സഹോദരർക്കെതിരെ പലിശ ഈടാക്കുന്നു. പിന്നീട് അവർക്കെതിരെ ഞാൻ മഹാസഭ വിളിച്ചുകൂട്ടി. ഞാൻ അവരോട് പറഞ്ഞു, ജനതകൾക്ക് വിൽക്കപ്പെട്ട നമ്മുടെ യഹൂദ സഹോദരന്മാരെ നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ വീണ്ടെടുത്തു. എന്നാൽ നിങ്ങൾ പോലും നിങ്ങളുടെ സഹോദരരെ വിൽക്കുകയാണ്. നമുക്ക് തന്നെ അവർ വിൽക്കപ്പെടുന്നു. അപ്പോൾ വാക്കുമുട്ടി അക്കൂട്ടർ നിശബ്ദത പൂണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജനതകളുടെ പരിഹാസത്തിൽ എന്നതിനേക്കാൾ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭയത്തിലല്ലേ ചരിക്കേണ്ടത്? കൂടാതെ ഞാനും എൻ്റെ സഹോദരരും ഭൃത്യരും അവർക്കിടയിൽ പണവും ധാന്യവും കടം കൊടുക്കുന്നവരാണ്. ഈ പലിശ നമുക്ക് ഉപേക്ഷിക്കാം. അവരുടെ വയലുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഭവനങ്ങൾ എന്നിവയും അവർക്കിടയിൽ നിങ്ങൾ കടം കൊടുത്തിരിക്കുന്ന പണം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുത്താലും. അവർ പറഞ്ഞു, അവർ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ അവ തിരിച്ചു കൊടുത്തേക്കാം. നീ പറയുന്നത് എങ്ങനെയോ അങ്ങനെ ഞങ്ങൾ ചെയ്യാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് തദനുസൃതം ചെയ്യുന്നതിന് അവരെ കൊണ്ട് ശബ്ദം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു, ഇക്കാര്യം വ്യവസ്ഥാപിതമാക്കാത്ത ആരെയും ദൈവം അവന്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇതുപോലെ അവൻ നിസ്വനും ശൂന്യനുമാകട്ടെ. സമൂഹം ഒന്നാകെ പറഞ്ഞു, ആമേൻ. അവർ കർത്താവിനെ സ്തുതിച്ചു. ജനം അക്കാര്യം അങ്ങനെ തന്നെ നിർവഹിച്ചു. അർത്താക്സെപ്സസ് രാജാവ് എന്നെ യൂദാദേശത്ത് അധിപതിയാകാൻ അനുശാസിച്ച ദിവസം മുതൽ, അതായത് അവന്റെ 20-ാം വർഷം മുതൽ 32-ാം വർഷം വരെ 12 വർഷത്തേക്ക് ഞാനും എൻ്റെ സഹോദരന്മാരും അധിപതിക്കുള്ള ആഹാരമല്ല ഭക്ഷിച്ചിരുന്നത്. എനിക്ക് മുമ്പുള്ള അധിപതികളാകട്ടെ ജനത്തെ ഭാരപ്പെടുത്തുകയും അപ്പത്തിനും വീഞ്ഞിനും പുറമെ 40 ഷെക്കൽ വെള്ളി അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു പോന്നു. അവരുടെ ഭൃത്യന്മാർ പോലും ജനത്തിന്മേൽ ആധിപത്യം പുലർത്തി. എന്നാൽ ദൈവഭയം മൂലം ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ മതിൽ പണിയിൽ അധ്വാനനിരതൻ ആയിരുന്നു താനും. ഞങ്ങൾ ഒരു വയൽ വാങ്ങിയില്ല. അതിനാൽ എൻ്റെ എല്ലാ ഭൃത്യന്മാരും ജോലിക്കായി അവിടെ തന്നെ തമ്പടിച്ചിരുന്നു. യഹൂദരും വരീണ്യരുമായി 150 പേരും ഞങ്ങളുടെ ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവരും എൻ്റെ മേശയ്ക്കരികിലുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്ക് തയ്യാറാക്കപ്പെട്ടിരുന്നത് ഒരു കാളയും 6 ഒത്ത ആടുകളുമാണ്. എനിക്കായി പക്ഷികളും പാകം ചെയ്യപ്പെട്ടു. 10 ദിവസം കൂടുമ്പോൾ എല്ലാത്തരം വീഞ്ഞും കൊണ്ടുള്ള സമൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതോടൊപ്പം അധിപതിക്കുള്ള ആഹാരം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം എൻ്റെ ജനത്തിന്റെ ജോലിഭാരം ഏറെയായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതെല്ലാം എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. നെഹെമ്യായുടെ പുസ്തകം 6-ാം അധ്യായം. മതിലിൽ വിടവ് ശേഷിക്കാത്ത വിധം ഞാൻ അത് പണിതെന്നും, എന്നാൽ ഈ സമയം വരെ കവാടങ്ങളിൽ വാതിലുകൾ ഞാൻ പിടിപ്പിച്ചിട്ടില്ലെന്നും സൻബല്ലാത്തും തോബിയായും അറബിയായ ഗഷേമും
ഞങ്ങളുടെ ശേഷിക്കുന്ന ശത്രുക്കളും കേൾക്കാനിടയായി. സൻബല്ലാത്തും ഗഷേമും എനിക്ക് ഇപ്രകാരം സന്ദേശം അയച്ചു: ഓനോ സമതലത്തിലെ ഗ്രാമങ്ങളിൽ നമുക്ക് പരസ്പരം പരിചയപ്പെടാൻ നീ വരിക. എന്നാൽ അവർ പദ്ധതിയിട്ടിരുന്നത് എനിക്ക് തിന്മ ചെയ്യാനാണ്. ഞാനൊരു വലിയ കൃത്യം ചെയ്യുകയാണ്. എനിക്ക് ഇറങ്ങാൻ സാധ്യമല്ല. ഞാൻ പണി ഉപേക്ഷിച്ച് നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വരുന്നത് വഴി എന്തിന് അത് മുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഞാൻ ദൂതന്മാരെ അയച്ചു. മേലുദ്ധരിച്ച പ്രകാരം തന്നെ 4 പ്രാവശ്യം അവർ എനിക്ക് സന്ദേശം അയക്കുകയും ഞാൻ മേൽപ്പറഞ്ഞ വിധം തന്നെ അവർക്ക് മറുപടി നൽകുകയും ചെയ്തു. അക്കാര്യം പോലെ തന്നെ 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് തന്റെ ഭൃത്യനെ കയ്യിൽ തുറന്ന കത്തുമായി എന്റെ പക്കലേക്ക് അയച്ചു. ഇതാണ് അതിൽ എഴുതപ്പെട്ടിരുന്നത്: ജനതകളുടെ ഇടയിൽ കേൾക്കപ്പെടുന്നതും ഗഷേം പറയുന്നതുമായ വസ്തുതകൾ പ്രകാരം മറുതലിക്കാനാണ് നീയും യഹൂദന്മാരും ഉദ്ദേശിക്കുന്നത്. അതിനാലാണ് നീ മതിൽ പണിയുന്നത്. നീ അവരുടെ രാജാവാകുകയാണ്. യൂദായിൽ ഒരു രാജാവ് എന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകന്മാരെ നിയോഗിക്കുക പോലും ചെയ്തിരിക്കുന്നു അത്രേ. ആകയാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് രാജാവിനോട് ബോധിപ്പിക്കപ്പെടും. അതിനാൽ വരുക, നമുക്ക് ഒരുമിച്ച് കൂടി ആലോചിക്കാം. ഞാൻ അവന് ഇപ്രകാരം സന്ദേശം അയച്ചു: നീ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവ നീ സ്വമേധയാ നിരൂപിക്കുന്നതാണ്. തീർച്ചയായും അവരുടെ കൈകൾ ജോലിയിൽ നിന്ന് പിൻവാങ്ങും. അങ്ങനെ അത് നടപ്പാകാതെ പോയിക്കൊള്ളും എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഞങ്ങളെ ഭയപ്പെടുത്തുകയായിരുന്നു. ആകയാൽ ദൈവമേ, അങ്ങിപ്പോൾ എന്റെ കൈകൾ ശക്തിപ്പെടുത്തണമേ. മെഹദാബേലിന്റെ പുത്രനായ ദലായായുടെ മകൻ ഷെമായ വീട്ടുതടങ്കലിൽ ആയിരുന്നപ്പോൾ അവന്റെ പക്കലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു: നമുക്ക് ദേവാലയത്തിലേക്ക് വന്നു ചേരാം, മന്ദിരമധ്യത്തിലേക്ക് തന്നെ. മന്ദിരവാതിലുകൾ നമുക്ക് അടയ്ക്കാം, കാരണം അവർ നിന്നെ കൊല്ലാൻ വരുന്നു. നിന്നെ കൊല്ലാൻ രാത്രിയിൽ അവർ വരുന്നു. ഞാൻ പറഞ്ഞു: എന്നെപ്പോലുള്ള ഒരാൾ ഒളിച്ചോടുകയോ? എന്നെപ്പോലെ ഒരാളാണോ മന്ദിരത്തിലേക്ക് ചെന്ന് ജീവൻ നിലനിർത്തുന്നത്? ഞാൻ പോകുകയില്ല. അപ്പോൾ ഞാൻ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു: ഇതാ, ദൈവമല്ല അവനെ അയച്ചത്. എന്തെന്നാൽ തോബിയായും സൻബല്ലാത്തും അവനെ കൂലിക്കെടുത്തതുകൊണ്ടാണ് എന്നെപ്പറ്റി അവൻ ആ പ്രവചനം നടത്തിയത്. ഇതിനു വേണ്ടിയാണ് അവൻ വാടകയ്ക്കെടുക്കപ്പെട്ടത്. അതായത്, ഞാൻ പേടിച്ച് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനു വേണ്ടി. അങ്ങനെ അവർ എന്നെ അവഹേളിക്കേണ്ടതിന് അത് എനിക്ക് ഒരു ദുഷ്പേരായിത്തീരും. എന്റെ ദൈവമേ, തോബിയായെയും ഈ കൃത്യങ്ങൾക്കനുസൃതം സൻബല്ലാത്തിനെയും ഓർക്കണമേ. കൂടാതെ പ്രവാചകിയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്തുന്നവരായി ഭവിച്ച ശേഷിക്കുന്ന പ്രവാചകന്മാരെയും. അങ്ങനെ 52 ദിവസം കൊണ്ട് എലൂർ 25-ാം തീയതി മതിൽ പൂർത്തിയായി. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളും ഇത് കേൾക്കാനിടയായപ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ജനതകളും ഇത് വന്ന് കാണുകയും സ്വന്തം ദൃഷ്ടിയിൽ വളരെ വിലയിടിഞ്ഞവരായി തീരുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവത്താലാണ് ഈ പണി നിർവഹിക്കപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യഹൂദ ഇടപ്രഭുക്കന്മാർ തോബിയായ്ക്ക് വിട്ടിരുന്ന കത്തുകൾ ഏറെയായിരുന്നു, തോബിയായുടേതായി അവർക്ക് വന്നിരുന്നതും. എന്തെന്നാൽ അവർ ആരഹിന്റെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. അവന്റെ പുത്രൻ യോഹന്നാൻ ബരഖ്യായുടെ പുത്രനായ മെഷുല്ലാമിന്റെ മകളെയാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ യൂദായിൽ അനേകർ അവനോട് ശബദപ്രകാരം ബന്ധത്തിലായിരുന്നു. മാത്രമല്ല, അവർ എന്റെ മുൻപിൽ അവന്റെ സ്തുതിപാഠകരായിരുന്നു. എന്റെ വാക്കുകൾ അവന് എത്തിച്ചു കൊടുക്കുന്നവരും ആയിരുന്നു. എന്നെ ഭയപ്പെടുത്താൻ തോബിയ കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. കർത്താവിന്റെ അരുളപ്പാട്. അക്കാലത്ത് യൂദാ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറുസലേം നിവാസികളുടെയും അസ്ഥികൾ അവരുടെ കല്ലറകളിൽ നിന്ന് പുറത്തെടുത്ത് തങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും പിൻചൊല്ലുകയും അന്വേഷിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യന്റെയും ചന്ദ്രന്റെയും ആകാശ സൈന്യം മുഴുവന്റെയും മുൻപാകെ അവർ അവ വിതറും. അവ ശേഖരിക്കപ്പെടുകയോ സംസ്കരിക്കപ്പെടുകയോ ചെയ്യുകയില്ല. അവ ഭൂതലത്തിന് വളമായി തീരും. ഈ ദുഷിച്ച വംശത്തിൽ നിന്ന് അവശേഷിക്കുന്ന ശിഷ്ടഭാഗമായ സർവരും, അതായത് ഞാൻ അവരെ തുരത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവശേഷിക്കുന്നവർ, തിരഞ്ഞെടുക്കുന്നത് ജീവനേക്കാൾ മരണമായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാട്. നീ അവരോട് പറയണം: കർത്താവ് ഇപ്രകാരം ചോദിക്കുന്നു: വീഴുന്നവർ എഴുന്നേൽക്കില്ലേ? തിരിഞ്ഞു പോകുന്നവൻ തിരിച്ചു വരില്ലേ?
പിന്നെ എന്തുകൊണ്ട് ജെറുസലേമിലെ ഈ ജനം നിരന്തരമായ പിൻവാങ്ങലിൽ പെട്ടുപോയിരിക്കുന്നു? വഞ്ചന മുറുകെ പിടിച്ചിരിക്കുന്നു, തിരിച്ചു വരാൻ വിസമ്മതിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, അവർ നേരാംവണ്ണം സംസാരിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്ന ഒരാളുമില്ല. യുദ്ധത്തിൽ പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തനും സ്വമാർഗെ തിരിയുന്നു. ആകാശത്തിലെ ഞാറപക്ഷി പോലും തന്റെ കാലങ്ങൾ അറിയുന്നു. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തങ്ങളുടെ മടക്ക സമയം പാലിക്കുന്നു. എന്നാൽ എന്റെ ജനം കർത്താവിന്റെ കാലക്രമം അറിയുന്നില്ല. ജ്ഞാനികളാണ് ഞങ്ങൾ, കർത്തൃനിയമം ഞങ്ങളോടൊത്തുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഇതാ, എഴുത്തുകാരുടെ വ്യാജതൂലിക നിശ്ചയമായും വ്യാജം ചമച്ചിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിതരായി, പരിഭ്രാന്തരായി അവർ പിടിയിലായി. ഇതാ, അവർ കർത്തൃനിയമം തിരസ്കരിച്ചിരിക്കുന്നു. അവരുടെ ജ്ഞാനം എന്താണ്? അതിനാൽ അന്യർക്ക് ഞാൻ അവരുടെ ഭാര്യമാരെ കൊടുക്കും, കൈവശമാക്കുന്നവർക്ക് അവരുടെ നിലങ്ങളും. എന്തെന്നാൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ എല്ലാവരും ലാഭത്തിന് ആർത്തി കാട്ടുന്നു. പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ എല്ലാവരും വ്യാജം പ്രവർത്തിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ലാഘവ ബുദ്ധിയോടെ അവർ ചികിത്സിക്കുന്നു. അതേസമയം സമാധാനമില്ലതാനും. നിന്ദ്യത പ്രവർത്തിച്ചപ്പോൾ അവർ ലജ്ജിതരായോ? ലജ്ജിതരാകുന്നത് പോലും അവർക്ക് ലജ്ജാകരമായിരുന്നില്ല. അവമതിക്കപ്പെടുന്നത് അവർ അറിഞ്ഞില്ല. അതിനാൽ നിബദിക്കുന്നവർക്കിടയിൽ അവർ നിബദിക്കും. അവരുടെ വിധി നിർണയ വേളയിൽ അവർ തട്ടി വീഴും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തീർച്ചയായും അവരെ സംഹരിക്കും. കർത്താവിന്റെ അരുളപ്പാട്. മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകില്ല, അത്തിമരത്തിൽ അത്തിപ്പഴങ്ങളും ഉണ്ടാകില്ല, ഇല പോലും കൊഴിഞ്ഞു പോകും. ഞാൻ അവർക്ക് അവ നൽകി, അവയെല്ലാം അവരെ കടന്നുപോകും. എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത്? ഒരുമിച്ച് ചേർന്ന് കോട്ട നഗരങ്ങളിലേക്ക് പോയി അവിടെ നമുക്ക് നിശബ്ദരായി തീരാം. എന്തെന്നാൽ കർത്താവിനെതിരെ നമ്മൾ പാപം ചെയ്തതിനാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ നിശബ്ദരാക്കുകയും നമ്മെ വിഷജലം കുടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ നന്മ ഉണ്ടായില്ല. നമ്മൾ രോഗശാന്തിയുടെ കാലം കാത്തിരുന്നു, എന്നാൽ ഇതാ സംഭ്രാന്തി. ദാനിൽ നിന്ന് അവന്റെ കുതിരയുടെ ഫൂൽക്കാരം കേൾക്കുന്നു. അവയുടെ പടക്കുതിരകളുടെ ഹേഷാരവം കൊണ്ട് ഭൂമി വിറയ്ക്കുന്നു. അവർ വന്ന് നാടും അതുൾക്കൊള്ളുന്നവയും നഗരവും അതിലെ നിവാസികളെയും വിഴുങ്ങുന്നു. എന്തെന്നാൽ ഇതാ, ഞാൻ നിങ്ങളുടെ ഇടയിൽ പാമ്പുകളെ, നിങ്ങൾക്ക് മയക്കാൻ പറ്റാത്ത അണലികളെ അയക്കുന്നു. അവ നിങ്ങളെ കടിക്കും. കർത്താവിന്റെ അരുളപ്പാട്. എന്റെ സന്തോഷം എനിക്ക് ദുഃഖമായിരിക്കുന്നു, എന്റെ ഉള്ളം എന്നിൽ തളരുന്നു. ഇതാ, ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രിയുടെ സഹായത്തിനു വേണ്ടിയുള്ള കരച്ചിൽ. കർത്താവ് സിയോനിൽ ഇല്ലേ? അഥവാ അവളുടെ രാജാവ് അവളുടെ ഇടയിൽ ഇല്ലേ? എന്തുകൊണ്ടാണ് അവർ എന്നെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട്, അന്യബിംബങ്ങൾ കൊണ്ട് പ്രകോപിപ്പിക്കുന്നത്? കൊയ്ത്തു കഴിഞ്ഞു, വേനൽ തീർന്നു, നമ്മളോ രക്ഷിക്കപ്പെട്ടില്ല. എന്റെ ജനത്തിന്റെ പുത്രിയുടെ ക്ഷതം നിമിത്തം ഞാൻ വ്രണിതനായിരിക്കുന്നു. ഞാൻ ഇരുളിലാണ്, ഭീതി എന്നെ പിടികൂടിയിരിക്കുന്നു. ഗിലെയാദിൽ ഔഷധമില്ലേ? അവിടെ ഒരു വൈദ്യനുമില്ലേ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് സൗഖ്യമുണ്ടാകാത്തത് എന്തുകൊണ്ട്? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 16 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പറയുന്ന അരൂപി ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ലക്ഷണം പറച്ചിൽ വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വലിയ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അവർ രക്ഷയുടെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് ആ അരൂപിയോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോകൂ. തൽക്ഷണം അത് പുറത്തുപോയി. അവളുടെ യജമാനന്മാർ ആദായമുണ്ടാക്കാമെന്ന തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. അവർ അവരെ ന്യായാധിപന്മാരുടെ മുൻപിൽ എത്തിച്ചിട്ട് പറഞ്ഞു, യഹൂദരായ ഈ മനുഷ്യർ നമ്മുടെ നഗരം അസ്വസ്ഥമാക്കുന്നു. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നു. ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി. അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി വടികൊണ്ടടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പിച്ചു. അവർ വളരെയധികം പ്രഹരിച്ച ശേഷം കാരാഗൃഹത്തിലടച്ചു. അവരെ സുസൂക്ഷ്മം കാക്കാൻ പാറാവുകാരനോട് നിർദ്ദേശിച്ചു. അവൻ പ്രസ്തുത നിർദ്ദേശം സ്വീകരിച്ച്
അവരെ അകത്തെ തടവറയിലിട്ട് കാലുകൾക്ക് ആമം വച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. തടവുകാർ അവരെ ശ്രവിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും വിലങ്ങുകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി സ്വയം ഹത്യക്കൊരുങ്ങി. പൗലോസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്വയം ഹനിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. അവൻ വിറപൂണ്ട് പൗലോസിന്റെയും സീലാസിന്റെയും മുൻപിൽ താണു വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അവർ അവനോടും അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ യാമത്തിൽ തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബം മുഴുവനും ആനന്ദിച്ചു. പ്രഭാതമായപ്പോൾ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ന്യായാധിപന്മാർ ഭടന്മാരെ അയച്ചു. പാറാവുകാരൻ ഈ വാക്കുകൾ പൗലോസിനെ അറിയിച്ചു. നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ന്യായാധിപന്മാർ ആളെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന് നിങ്ങൾ സമാധാനത്തിൽ പോകുക. എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു, റോമ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ച ശേഷം കാരാഗൃഹത്തിലടച്ചു. ഇപ്പോൾ അവർ ഞങ്ങളെ രഹസ്യമായി വിട്ടയക്കുന്നുവോ? അതുപോരാ, അവർ തന്നെ വന്ന് ഞങ്ങളെ ആനയിക്കട്ടെ. ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു. അവർ റോമ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു. അതിനാൽ അവർ വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും പുറത്തേക്ക് ആനയിച്ച് നഗരം വിട്ടു പോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവർ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലിദിയായുടെ അടുത്തേക്ക് പോയി. സഹോദരരെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് അവർ പുറപ്പെട്ടു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.